പരിപാടിയാണ്. ആ, മൂന്ന് മൂന്ന് ഔട്ട് ഓഫ് ഫോക്കസ് തെറ്റിയ മൂന്നെണ്ണം കൂടി സെയിം വിഷയം തന്നെ പല രീതിയിൽ ഇവർ എന്ത് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവരെ ടോപ്പിക്സ് നോക്കിക്കോളെ. നീളുന്ന മഹായുദ്ധം, അതൊരു ഓക്കെ ഫൈൻ. പക്ഷെ അതെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം. ആദ്യം ഒന്ന് ടോപ്പിക്ക് വായിച്ച് നോക്കാം. പാർട്ടി വിട്ട് സുധാകരൻ, അത് ആർക്കും അറിയാത്ത രഹസ്യം, ഭയങ്കര. അതിനെ പറ്റിയിട്ട് ഇവൻ എന്ത് ചർച്ച ചെയ്യാണെന്ന് എനിക്ക് തിരിയുന്നില്ല. സുധാകരൻ്റെ ഇഷ്ടം പാർട്ടി വിടണോ വേണ്ടിയൊന്ന് ശൈലജയും ശ്യാമളയും പിന്നെ വേറെ എന്തെങ്കിലും ഒന്നും പറയേണ്ടി വരും. ആളുമോ പശ്ചിമേഷ്യ ആളിക്കൊണ്ട് നിൽക്കുന്നല്ലേ, കണ്ടാൽ തിരിയുന്നില്ലേ മണ്ട. പിന്നെ എന്നാ തെലുങ്കാനയിലും ബുൾഡോസർ. ആഹാ, തെലുങ്കാനയിലും ബുൾഡോസർ വന്നതിന് ഇവനെന്തിനാണ് വീട് നിന്ന് കുറക്കുന്നത്? ഇവൻ്റെ വീടായിട്ട് എന്തെങ്കിലും ആയിനോ? നീ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയതെല്ലാം ബുൾഡോസർ വെച്ച് നിരത്തണം. അത് തന്നെയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും അഭിപ്രായം. അതിനാണ് ഗവൺമെൻറ്റിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. യുദ്ധം എങ്ങോട്ടുമല്ല, തെക്കോട്ടേക്കാണ്. ബീഹാർ എങ്ങോട്ടേക്ക്? ബീഹാറിൻ്റെ വീട്ടിലേക്ക്. ശശി എങ്ങോട്ട്? ശശീനിൻ്റെ വീട്ടിൽ കയറ്റിക്കോ. എന്നാൽ എങ്ങോട്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ലേ? ഇറാൻ്റെ പുതിയ തന്ത്രം. ഇറാൻ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ്റെ അച്ഛനല്ല തന്ത്രം ഉണ്ടാക്കി കൊടുത്ത് ഇറാന്. തീയിൽ കുരുത്ത ഇറാൻ. അയ്യോ, അത് എൻ്റെ അച്ഛനല്ല തീയിന്ന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് കൊല്ലൻ. പിന്നെന്താ യുദ്ധം എങ്ങോട്ട്? ഇവനല്ല ഇപ്പം കുറച്ച് മുന്നേ വെച്ച് യുദ്ധം എങ്ങോട്ടെന്ന്. മിഡിൽ ഈസ്റ്റിൻ്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങളവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ടെന്ന് ഇന്നെല്ലാം കയറ്റിയാൽ മതി, അവിടെ പ്രശ്നമായിരിക്കും. കോമാളി നയതന്ത്രം. അയ്യോ ഭയങ്കര കോമാളി. ഔട്ട് ഓഫ് ഫോക്കസ് എന്നല്ല വേണ്ടി ഒരു 3 മണ്ടന്മാരെ ഇറന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയുന്നു. യുഎസിന് തിരിച്ചടി. അയ്യോ, യുഎസിന് തിരിച്ചടി കിട്ടിയിട്ട് യുഎസ് തകർന്ന് തരിപ്പണായി. ഓൻ്റെ ഒരു കണ്ടുപിടുത്തം വന്നിന്. ഇറാനെ തീർക്കാൻ ട്രംപിന് അനുമതി. ട്രംപിന് അനുമതി അല്ലേ പിന്നെ ഒന്ന് പോടായിരുന്നു. സെനറ്റിൽ 51-3 ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെങ്ങനെ അനുമതി നിഷേധിക്കുക? അല്ലെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ ആകാശം നോക്കി എന്നിട്ട് കുറേ എന്താ പറയണ്ടേ, ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റിനെ പ്രീതിപ്പെടുത്താൻ നോക്കി, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിലും എല്ലാ ബുദ്ധിയുള്ള മീൻസ് നോർമൽ ഒരു 10% ബുദ്ധിയുള്ള ഏത് തണ്ടിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സെനറ്റിൽ അത് പാസ്സാവില്ല. യുദ്ധം അസാധാരണ സാഹചര്യങ്ങളിലേക്ക്. ആർക്ക് അസാധാരണ സാഹചര്യം? US ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രശ്നവുമില്ല. ഇങ്ങളെ പോലത്തെ ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇറാൻ ആക്രമിച്ചോണ്ട് എന്തോ എൻ്റെ വീട്ടിലാറ്റം കയറി ആക്രമിച്ചെൻ്റെ ഓട്ടാ എൻ്റെ ഡയലോഗല്ലോ. വീണ്ടും ശബരിമല. ആഹാ, ശബരിമലയിൽ വീണ്ടും കേരള സ്റ്റോറി. വീണ്ടും ചൈന. വീണ്ടും ഔട്ട് ഓഫ് ഫോക്കസ്. വീണ്ടും മണ്ടന്മാർ എന്ന് പറഞ്ഞോട്ടാ. ഇടിച്ചു തീർത്ത SFI PR ഗോവിന്ദ. പിന്നെ നിങ്ങളെല്ലാം പിന്നെ PR അല്ലാണ്ട് പിന്നെ എന്ത് പിണ്ണാക്ക ചെയ്യുന്നത്? നിങ്ങളെ തീവ്രവാദികൾക്ക് PR ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഇത്? അയ്യരുടെ ചതിയോ? അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പുറത്തായ നസദീഷ. ആഹാ, എൻ്റെ പേര് നസ്രുദ്ദീൻ എന്നല്ല. വെറുതെ അല്ല ഞാൻ അയ്യിരിക്കുന്നത്. ഒടുങ്ങാത്ത ബ്രാഹ്മണ വേട്ട. ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കൂ. ഒടുങ്ങാത്ത ബ്രാഹ്മണ വേട്ട നടന്നത് ഇവിടെയല്ല. ബ്രാഹ്മണ വേട്ട നടന്നത് അങ്ങ് കാശ്മീരിലാണ്. കാശ്മീർ പണ്ഡിതുകളെയാണ്. അതും കൂടെ ഒന്ന് ഇടക്ക് പറയുന്നത് നല്ലതാണ്. ഒടുങ്ങാത്ത എപ്സ്റ്റീനോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവനെന്താ ഇവർ പറയാമെന്ന് കേട്ടവർക്ക് ഇപ്പം അമേരിക്കേൻ്റെ ആ ഫയൽ വന്നതിന് ശേഷം എപ്സ്റ്റീൻ ആരാന്നും കൂടി അവനെല്ലാം മനസ്സിലായി. എന്നിട്ട് വിക്കിപീഡിയ നോക്കിയിട്ട് എന്തെങ്കിലുമല്ല ചിലക്കൂ. BJPയുടെ തോക്ക്, BJPയുടെ ഉണ്ടയാ, സഹയാത്രികൻ മടുത്തോ, ദിവാകരൻ്റെ ചുരുക്കത, ജോസഫിൻ്റെ സ്ട്രാറ്റജി, സതീഷിൻ്റെ സ്ട്രൈക്ക്, മുംബൈയിൽ അട്ടിമറി. ആരാണ് ഇതെല്ലാം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. PR പാളി CPM. ഗീതുവിനെ തീർക്കുന്ന ടോക്സിക് പട. പുതിയ കണ്ടുപിടുത്തം. ഇവർക്ക് ഒരു പണിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഇറങ്ങാൻ പോകുന്ന സിനിമേനെ പിടിച്ചെല്ലാം തള്ളാൻ തുടങ്ങും. രാഹുലിനെ തീർക്കാൻ BJP ഒരിക്കലും ശ്രമിക്കില്ല. കാരണം രാഹുലേട്ടൻ തീർന്നില്ലെങ്കിൽ BJPൻ്റെ വോട്ട് ഷെയറും കാര്യങ്ങളും എല്ലാം തകർന്ന് തരിപ്പണാവും. ഓരോ മണ്ടത്തരം പറയുന്നതുകൊണ്ടാണ് BJPക്ക് വോട്ട് കിട്ടുന്നത്. മോഡിക്ക് കൗണ്ടർ അടിക്കാൻ പറ്റുന്ന ആൾക്കാർ കാണാൻ പറ്റുന്ന ഒരു കോമഡി വരുന്നു. ഈ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കല്ല. നിങ്ങളെക്കാട്ടും വലിയ മണ്ടന. നിങ്ങൾ ഇറിറ്റേറ്റിങ്ങും. രാഹുൽ നല്ല മണ്ടത്തരം പറയും. നല്ല രസമാണ് ട്രോളാണ്. പിന്നെ സജിയുടെ മാപ്പ്. യൂറോപ്പും US തല്ലുമോ? എന്നിട്ട് തല്ലിയോ? ഇനി 1 മാസം മുമ്പ് ഇട്ടാന്നല്ല, ഇത്ര കാലമായിട്ട് തല്ലിയോ?
യൂറോപ്പ് അങ്ങനെയെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളിലുണ്ടാവും. ചട്ടിയും കലവും മുട്ടിയും തട്ടിയെല്ലാം ഇരിക്കും. അതിനെല്ലാം വലിയ കാര്യത്തിൽ വന്നിട്ട് വിശദമായ അഭിപ്രായം പറഞ്ഞ് ഇവൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഒറ്റ അഭിപ്രായത്തിൽ ഒറ്റ കാര്യം സത്യമായിരിക്കില്ല. എനിക്ക് 100% ഉറപ്പാണ്. ചിലപ്പോൾ മാത്രമേ ഉള്ളൂ, തള്ളൽ മാത്രമേ ഉള്ളൂ. മാറാട് 2 തട്ടിൽ താജുദ്ദീന് നീതി എന്തല്ല മദനിയുടെ മന്ദാനിയുടെ ന്യൂയോർക്ക്. ഓ മന്ദാനിയുടെ ഇതാ എന്നാ പറയണ്ട, സ്റ്റമ്മിൻ്റെ അവിടെ പോയിട്ട് അടിയറവ് പറഞ്ഞിട്ടുണ്ട്. എപ്സ്റ്റീൻ മരിച്ചിട്ടില്ല, ശരിയാ എൻ്റെ വീട്ടിലുണ്ടാവും. തദ്ദേശ വിധി എന്തല്ല തൃശ്ശൂരിലെ കോമഡി രാജ. എടോ കോമഡി ഇതൊന്ന് കണ്ടോക്കെ ഏതായാലും. എത്തിയ വയോധികനെ പരാതി സ്വീകരിക്കാതെ മടക്കി അയച്ചതും കരുവന്നൂരിലെ ബാങ്കിലെ നിക്ഷേപം തിരിച്ചു കിട്ടാൻ സഹായിക്കണമെന്ന് പറഞ്ഞ വയോധികയോട് പോയി മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞതും ജനങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് അല്ലാണ്ട് പിന്നെ ആരോടാ പറയണ്ടേ? നാട്ടിൽ സ്റ്റേറ്റിൽ ഇവനെന്താ സുരേഷ് ഗോപി എന്താ ഇന്ത്യൻ്റെ പ്രസിഡൻറ്റോ? ഒരു എം പിക്കും ഒരു കേന്ദ്രമന്ത്രിക്കും ഫെഡറലിനും സുരേഷ് ഗോപി അതിൻ്റെ അകത്ത് ഇടപെട്ടെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെഡറലിൻ്റെ തേങ്ങ പോയി മാങ്ങ പോയി സ്റ്റേറ്റിൻ്റെ ഇതെടുത്ത് കളഞ്ഞു. ബൂർഷ മറ്റേ തേങ്ങ മാങ്ങ എന്നല്ല ഇനിയെല്ലാം ചിലക്കുമല്ലോ. പ്രജകളെന്ന് വിളിച്ചതുമൊക്കെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സമാപ്തിയത് കാറിന് പുറകെ ഓടുകയായിരുന്നു അയാൾ ഈ പരാതിയൊന്നും നൽകാൻ. പരാതി നടക്കേണ്ട ഓരോ സ്ഥലത്ത് ഓരോന്നിൻ്റെ പരാതി ഓരോ സ്ഥലത്താണ് നടക്കണ്ടേ. പഞ്ചായത്തിൽ കൊടുക്കേണ്ട ലെറ്റർ താലൂക്ക് ഓഫീസ് കൊടുത്തോണ്ട് കാര്യമില്ല. കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കണം. അതിനാണ് ഇവിടെ ഓരോ സിസ്റ്റം ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അവിടെ അധ്യാപകരും കുട്ടികളും പ്രവർത്തകരും കുടുംബവുമാണ് ചോദ്യം. അതിന് എങ്ങനെയാണ് ആ പരിപാടി 2024 ശേഷം? അതിന്റെ കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു തവണ മത്സരിച്ച് പരാജയപ്പെട്ടു. അവിടുത്തെ അസംബ്ലി സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ കാര്യങ്ങളെ കുറിച്ചാണ് ആളുകൾ പരാതി പറയുന്നത്. പരാതി പറയുന്നത് എന്താണ്? ആര് പരാതി പറയുന്നത്? നിങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആ മതവിഭാഗത്തിലെയും കുറച്ച് ശതമാനം ആൾക്കാർ പരാതിപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മോഡിക്കെതിരെ പറയും, ട്രംപിനെതിരെ പറയും, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പറയും, ഇത് എല്ലാം പറയും. അത് നിങ്ങളെ പ്രശ്നമോ? വി ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. ആധിപത്യ ബോധമില്ലാതെയാണ് പെരുമാറുന്നത്. അദ്ദേഹം സ്വന്തം സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പടമുള്ള ഷർട്ടൊക്കെ പ്രിന്റ് ചെയ്ത ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു. അദ്ദേഹം മീഡിയയോട് സിനിമയിൽ കാണുന്ന പോലെ സംസ്കൃതമാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. 2, അദ്ദേഹം വോട്ടർമാരെ പ്രജകളായി കാണുന്നു. പ്രജകൾ എന്ന് പറഞ്ഞാൽ രാജഭരണകാലത്താണ് പ്രജകളുള്ളത്. അത് എനിക്കല്ല, വോട്ടർമാർ പ്രജകളല്ല, ജനങ്ങൾ പ്രജകൾ തന്നെയല്ലേ. പിന്നെന്നാ പ്രജകളുടെ അർത്ഥം ഒന്നും എടുത്ത് നോക്കണം. BJP വെച്ച് കൊടുക്കാൻ പറയുന്നു. അതായത് ഡെമോക്രസി അദ്ദേഹം തലകുത്തി നിർത്തുകയാണ്. എന്നിട്ട് ഒരു രാജാവിനെ പോലെ അദ്ദേഹം ആരാ രാജാവിനെ പോലെ? മുഖ്യമന്ത്രിനെ ചെന്ന് കാണാനല്ലേ പറഞ്ഞത്? മഹാരാജാവിനെ ചെന്ന് കാണാനാണോ പറഞ്ഞത്? ഇവന്റെ തള്ളു നോക്കട്ടെ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? പറയുന്നത് കേൾക്കാതിരിക്കും. നിങ്ങൾ നിവേദനം സ്വീകരിക്കാതിരിക്കും. നിങ്ങളെ കൊണ്ട് ഞാൻ എന്റെ കാല് പിടിപ്പിക്കും, നിങ്ങൾക്ക് ഞാൻ ദക്ഷിണ തരും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചെയ്യാൻ സൗകര്യമുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചത് എന്നോട് ആരാ പറഞ്ഞത്? എന്തെല്ലാടാ തള്ളുന്നു? വായി തോന്നി വിളിച്ചു പറയുന്ന ഒരു പരിധിയില്ലേ? അയ്യോ, ഇതെല്ലാം കാണുന്ന എത്ര ആൾക്കാരുണ്ട്. നമുക്ക് അടുത്ത് നോക്കാമല്ലോ. അടുത്ത് സുരേഷ് ഗോപി കോമഡി രാജ. ഇപ്പം മനസ്സിലായി ആരാ കോമഡികൾ. 3 മണ്ടന്മാർ. മോഡിൻ്റെ എന്തോ ഒരു പരിപാടിൻ്റെ അകത്തുണ്ടല്ലോ, കോമാളി നയനന്ദർ. നോക്കാലോ, അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യം വരെ കോമാളി നയനന്ദർ അവിടെയുള്ള രാഷ്ട്ര നേതാക്കളുമായി രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാണ്. മറ്റത് ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ്. ഈ 2 പേരെ വിളിച്ച കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്വീറ്റിലൂടെയും മറ്റ് വാർത്താ സംവിധാനങ്ങൾ എല്ലാവരും അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇറാന്റെ കൂടെ ഇല്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പം എന്നാ പ്രോബ്ലം? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അത് ഇന്ത്യൻ്റെ ഇഷ്ടം, പ്രധാനമന്ത്രിൻ്റെ ഇഷ്ടം. ഞങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയുണ്ട് ഞങ്ങൾക്ക്, അയാളെ ഇഷ്ടം. നീ ആരാ ചോദിക്കുക? ഒരു സമയത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് കാശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുടെ പേരിൽ UN ഒരു പ്രമേയം കൊണ്ടുവരാൻ പോകുമ്പോൾ അതിനെ വീറ്റോ ചെയ്ത ഇറാൻ. എൻ്റെ ഭഗവാനെ, വീറ്റോ ചെയ്യുന്നു? എനിക്കതല്ല കോമഡി. UN ഇങ്ങനെ പ്രമേയം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇറാൻ വീറ്റോ ചെയ്യാൻ ഈ മണ്ടനെല്ലാം ആരാ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്താക്കിന്? വീറ്റോ ചെയ്യാൻ ആകെ പറ്റുന്ന 5 രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു UK, ഫ്രാൻസ്, US, റഷ്യ, ചൈന.
ഇവർക്ക് മാത്രമേ വീറ്റോ ചെയ്യാൻ പറ്റൂ. എടാ മരമണ്ട, പോയി പഠിച്ചിട്ട് വാ. നിർണായക ഘട്ടങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയുടെ കൂടെ നിന്ന് ഇറാൻ. ഇന്ത്യയുടെ കോപ്പ് കൂടെ നിന്നിന് ഇന്ത്യനെ എപ്പം ബാക്കിൽ നിന്ന് കുത്തിയിറാൻ, അത്ര മാത്രമേ പറയുള്ളൂ. പിന്നെ അവർക്ക് നിൽക്കക്കളിയില്ലാത്തതുകൊണ്ട് എണ്ണ വെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ കുറച്ച് സോപ്പിട്ടില്ല, അത്രയേ ഉള്ളൂ. ആരായി? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ കളിക്കുന്ന ഒരു കളിക്കാരനായി മാറുകയാണ് ചെയ്തത്. 2 മാസം മുമ്പ് നമ്മളെ മുൾമുനയിൽ നിർത്തിയ രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. നമ്മളെ ഭീഷണിപ്പെടുത്തിയ, നമ്മളെ പുച്ഛിച്ച നേതാവിൻ്റെ പേരാണ്. ഇന്ത്യനെ ഒരിക്കലും ട്രംപ് ഇന്ത്യനെ പൂജിച്ചിട്ടില്ല. ട്രംപ് അമേരിക്കേൻ്റെ കാര്യം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ തീരുവ കാര്യം നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം. ട്രംപ് എല്ലാവരോടും പറയുന്നതിലോട്ട് തന്നെ ഇന്ത്യനോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇന്ത്യ ഇതാക്കിയിട്ടും ഭീഷണി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് 2 വൻ ശക്തികളുടെ ഇടയിൽ ഈ മറ്റെന്താ പറയണ്ടേ, ഈ പട്ടി കിട്ടുന്ന ബിസ്ക്കറ്റ് പോലത്തെ ഇറാന് വേണ്ടിയിട്ട് അമേരിക്കനെ പോലത്തെ രാജ്യത്തിന് ഇന്ത്യ പണക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കുറച്ച് ജിഹാദികൾക്ക് വേണ്ടിയിട്ട് എന്തും മണ്ടത്തരങ്ങൾ ഈ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് അയാളുടെ കൂടെ കൂടാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇതിനേക്കാൾ വലിയ കമ്പൽഷൻസ് ഉണ്ട്. ഇറാനാണ് ഒരു വശത്ത്, അതൊരു ഇസ്ലാമിക് രാഷ്ട്രമാണ്. രാഷ്ട്രം കൂടിയാണ് വേറെ രീതിയിൽ. ഇപ്പുറത്ത് അമേരിക്കയാണ്. പാകിസ്ഥാനിലാണെങ്കിൽ ഇറാന്റെ ബോർഡറിൽ അമേരിക്കയ്ക്ക് ഒരു ബേസും ഉണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ വരുന്നൊരു. അയ്യോ, പാകിസ്ഥാന്റെ സ്വന്തം മക്കളാ മോനെ. പാകിസ്ഥാനെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നു? ഭയങ്കര അതിന് വളരെ ബുദ്ധിപരമായി അവർ ചെയ്തു. ഇറാനെയും സഹായം ബുദ്ധിപരമായി ചെയ്ത ഒരു കാര്യം, ഫെബ്രുവരി 6-നാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുമായിട്ട് പാകിസ്ഥാനിൽ ഒരു സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഫെബ്രുവരി 26 ഏതാ, എപ്പോൾ വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുമെന്ന് ഉറപ്പായ സമയത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒരു ലോജിക്കും ഇല്ലാതെ യുദ്ധം തുടങ്ങാണ്. എന്തിനാ, ആരാ, എവിടെ, ഒരു പിടിയില്ല. അതിൻ്റെ കാരണം പിന്നീടാണ് വ്യക്തമാകുന്നത്. ഭയങ്കര നിരീക്ഷണം ഇവരെ, ഒരു പരിധിയില്ലാത്ത നിരീക്ഷണം. പാകിസ്ഥാനും ഭയങ്കര സംഭവം. മറ്റേ ഇന്ത്യക്ക് ഇതാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് ഇന്ത്യ പാകിസ്ഥാനെ പോലെയല്ല, ഇന്ത്യക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, ഇവനൊന്നും വേറൊരു കാര്യവും വേണ്ടില്ല. ഇവനെ തള്ളി ജീവിക്കാൻ പറ്റും ഇഷ്ടം പോലെ. ഇവനൊന്നും വീട്ടിൽ നിന്ന് എന്താ പറയണ്ടേ, കാറും എടുത്തിട്ട് പെട്രോൾ അടിക്കാണ്ട വരുന്നുണ്ടാവുക. കാറിൽ നിന്ന് സംസാരിക്കൽ മാത്രമേ ഉണ്ടാവും. കാറിൽ നിന്ന് തള്ളാൻ തുടങ്ങി, ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തള്ളി അങ്ങ് ഇവിടെ എത്തിക്കോളൂ. ഉന്തു വണ്ടി എന്ന് പറയുന്നതിലോട്ട് പോയിക്കോളൂ. ഇതിനെല്ലാം സംസാരിച്ച് കഴിഞ്ഞാൽ ജപ്പാൻ വരെ എത്തും. അങ്ങനെ വലിയ തള്ളുന്ന് ഇതെല്ലാം കേട്ട് ഇതെത്ര ആൾക്കാർ കണ്ട്? 73,000 ആൾക്കാർ കണ്ടിട്ടേ ഉള്ളൂ. 73,000 ഞാനും കൂടെ ചേർത്തിട്ട് ഒരു മണ്ടൻ. പക്ഷേ ഞാനിത് ട്രോളാൻ വേണ്ടിയിട്ട് കണ്ടതാ. പിന്നെന്ന് ഇസ്രയേലിൽ പോയത് എന്തിന്? അത് ഏഷ്യാനെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോൻ്റെ. ഇത് മണ്ടന്മാരുടെ ഒരു ഗ്രൂപ്പും. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കൂടുതൽ ഇൻട്രാക്റ്റീവായിട്ട് സംസാരിക്കാം. തൽക്കാലത്തേക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.